വനിതാ ലീഗിന്റെ ഏറ്റവും വലിയ നേതാവായിരുന്ന നൂർബിന റഷീദ് ഇപ്പോൾ രാജിവെച്ചിരിക്കുകയാണ്. സീറ്റ് പ്രഖ്യാപനത്തിൽ തന്നെ അവർക്ക് വലിയ അതൃപ്തി ഉണ്ടായിരുന്നു. വനിതാ ലീഗിന്റെ ദേശീയ സെക്രട്ടറി ആയിരുന്നു. ആ സ്ഥാനമാണ് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് വാർത്താ സമ്മേളനം തലമുറ മാറ്റം വേണമെന്നുണ്ടെങ്കിൽ അഫീഫ ഒരുപാട് റുമൈസ ഒരുപാട് കുട്ടികളുണ്ട്. കോഴിക്കോട് ജില്ലയിലെ ജില്ലാ ഡിവിഷനിൽ കടലുണ്ടിയിൽ ആ സ്ഥാനാർത്ഥിക്ക് അല്ല വ്യക്തി എന്ന് പറയുന്നത്. ആ സ്ഥാനാർത്ഥിക്ക് കുഴപ്പം എന്തെന്ന് വെച്ചാൽ അവർ കുറ്റിച്ചിറയിലെ കൗൺസിലറാണ്. അത്രക്കും ലീഗിലോ യുവാക്കളിലോ യുവതികളിലോ എണ്ണം കുറവുണ്ടോ? അവർക്കെതിരെ പ്രശ്നത്തിൻ്റെതല്ല പ്രശ്നം. ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അയോഗ്യതയായി കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഹരിത എന്ന വിവാദം സൃഷ്ടിച്ചവരാണ്. അതെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ മൂല്യങ്ങളില്ലേ. ഇത്രയും കാലത്തിൻ്റെ ഇടയിൽ പാണക്കാട് കുടുംബങ്ങളെ ഇത്ര അധികം മോശമായി ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തോട് ഞങ്ങൾക്ക് മനസ്സുകൊണ്ട് യോജിക്കാൻ പറ്റില്ല. അതെ, അതുകൊണ്ടാണ് ഞങ്ങളെ വിയോജിപ്പ് പറയുന്നത്. ഞങ്ങൾ കൊടുക്കരുത് എന്ന് ആദ്യമേ ഞങ്ങളുടെ വിയോജിപ്പ് പറഞ്ഞിരുന്നു. തങ്ങന്മാരെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണ്. ഞങ്ങൾ ആ പാണക്കാട് കുടുംബത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നവരാണ്. ലോകത്താരും തങ്ങന്മാർക്കെതിരെ സംസാരിച്ചിട്ടില്ല. പാർട്ടി സാദിഖലി തങ്ങളെ 4ാം ഖലീഫ എന്ന് വിളിച്ചത്. നിങ്ങൾക്ക് ഇന്ന് വിരലിട്ടാൽ അതൊക്കെ കിടകിടന്ന് പറഞ്ഞ് വരും. പഴയ കാലമല്ല, പ്രിന്റ് മീഡിയ ആണെങ്കിൽ നമുക്ക് നിഷേധിക്കാം. ആർക്കാണ് PK നവാസിനെതിരെ അല്ല, തങ്ങളെയും തങ്ങളെ 4ാം ഖലീഫ എന്നാ വിളിച്ചത്. അപ്പം 4ാം ഖലീഫനെയും മോശമാക്കി പറഞ്ഞു, തങ്ങളെയും മോശമാക്കി പറഞ്ഞു. എന്നാൽ അതിൽ ഉറച്ചു നിൽക്കണ്ടേ? ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ പരാതി ഏതറ്റം വരെയും ആ പരാതിയുമായി കേസ് നടത്തി മുന്നോട്ട് പോകണ്ടേ? ഭീഷണിപ്പെടുത്താന്നല്ല. കാരണം ഞാൻ പറയാം, കുനാൽ സാഹിബ് നേരെ ചൊവ്വയിൽ പറഞ്ഞു, ജോണി ചോദിച്ചപ്പം പറഞ്ഞു ഹരിതയുടെ കുട്ടികളെ കൊടുക്കുമെന്ന്. അപ്പം പറഞ്ഞു ഇല്ല, അവരെയൊക്കെ ഓരോ സ്ഥലത്ത് ഇരുത്തിയിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ല, നിങ്ങളുടെ മീഡിയ ചാനലിലുള്ള ലൈവല്ല, അവിടെ ഉണ്ട് ജോണിയുടെ. അത് കഴിഞ്ഞ് ഞാൻ പല പ്രാവശ്യം കുനാൽ സാഹിബിനോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ തഹലിയക്ക് കൊടുക്കുന്ന ഇല്ല തഹലിയ വരില്ല. പല പ്രാവശ്യം മലപ്പുറം ജില്ലയിലുള്ള പലരും എനിക്ക് ഫോട്ടോസ് ഇട്ട് വന്നു. നൂർബിൻത, ഇവർ നോക്കിയ ഡെയിലി പാണക്കാടും അവിടെ എത്തുന്നുണ്ട്, നിങ്ങളെങ്ങനെ മിണ്ടാണ്ടിരുന്നാൽ പറ്റുമോ? ഞാൻ കുനാൽ സാഹിബിനോട് ചോദിച്ചു, വനിതാ ലീഗ് അവിടെ വന്ന് ഇന്ന് വരെ സ്ഥാനാർത്ഥി നിർണയ വേളയിലോ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലോ ഒരു വനിതകൾ പോലും പാണക്കാടോ നേതാക്കന്മാരുടെ വീടുകളിലോ പോയി പറയാറില്ല. അത് പിന്നെ സമ്മർദ്ദം തന്നെയല്ലേ? ഭീഷണി എന്നല്ല പറയുന്നത്, അതെനിക്കറിയില്ല. ഭീഷണി അവരാണ് ഉയർത്തിയിരുന്നത്. അന്ന് അവർ ഹരിത വിവാദത്തിൽ അവരെന്തൊക്കെ ഭീഷണിയായിരുന്നു പത്രമാധ്യമങ്ങളുടെ മുമ്പിൽ ഉയർത്തിയത്. ലത്തീഫ് തുറയൂറിൻ്റെ അങ്ങനെ പോകാറില്ല. പോയാൽ തെറ്റില്ല, ദിവസം പോകേണ്ട ആവശ്യമില്ല എന്ന് കുനാൽ സാഹിബ് എന്നോട് പറഞ്ഞു. അതെ, തെറ്റില്ല, പോയിക്കോട്ടെ. അതേ, ഇത് നമുക്കും അവസരം തരണം എന്നാ പറയുന്നത്. ഉപയോഗിക്കാന്ന് വെച്ചാൽ ഞാൻ പറയട്ടെ, ഞങ്ങൾ 90കൾ മുതൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അല്ല, അങ്ങനെ നമ്മുടെ പാർട്ടിയിലില്ല, മൂല്യങ്ങളിലില്ല. തിരിച്ചെടുത്ത ഞങ്ങൾക്ക് തന്നെ അറിയുന്നില്ല. ഞങ്ങൾ ചോദിച്ചു, അതല്ലേ ഞങ്ങളെ ബോധ്യപ്പെടുത്തണ്ടേ? വേണ്ട, വനിതാ ലീഗിനെ വിളിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥാനാർത്ഥികളെയാണ് ഞങ്ങൾ നിർത്തുന്നത്.